തിരുവനന്തപുരം കോർപ്പറേഷന്റെ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾക്കിടെ ഉണ്ടായത് വലിയ വീഴ്ചയാണ്. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ പൊളിച്ച സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കാതിരുന്നതോടെ തോട്ടിലെ മലിനജലം കടകളിലേക്ക് ഇരച്ചുകയറി. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായി എന്ന് വ്യാപാരികൾ ആരോപിക്കുമ്പോൾ പരാതി കിട്ടിയിട്ടില്ല എന്നാണ് മേയറുടെ വിശദീകരണം. ഒറ്റമഴയിൽ പഴവങ്ങാടി മേഖലയിലെ വ്യാപാരികൾക്ക് നേരിടേണ്ടി വന്നത് ലക്ഷങ്ങളുടെ നഷ്ടം. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി പഴവങ്ങാടി ഇരുമ്പുപാലത്തിന് സമീപത്തെ സംരക്ഷണ ഭിത്തി പൊളിച്ചെങ്കിലും പിന്നീട് പുനർനിർമ്മിച്ചില്ല. മഴ ശക്തമായതോടെ തോട്ടിലെ മലിനജലം സമീപത്തെ കടകളിലേക്കും ഹോട്ടലുകളിലേക്കും ഇരച്ചുകയറി. വെള്ളം കടകളിലേക്ക് കയറുമെന്ന് നേരത്തെ തന്നെ കോർപ്പറേഷനെ അറിയിച്ചിരുന്നുവെന്നാണ് വ്യാപാരികളുടെ ആരോപണം. വ്യാപാര വ്യവസായ സമിതിയും വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ മുന്നറിയിപ്പുകൾ അവഗണിച്ചതാണ് ഇപ്പോഴത്തെ ദുരിതത്തിന് കാരണമായതെന്നാണ് ആക്ഷേപം. എല്ലാവരും എല്ലാ ആവശ്യവും പറഞ്ഞിട്ടുണ്ട്. ഇത് ഇടിച്ചു കളഞ്ഞു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇതുപോലെ മണ്ണുമാരാൻ ഇടിക്കുമ്പോൾ അവർ തിരിച്ചു കെട്ടുക പതിവ്. അതേസമയം ഇത്തരമൊരു പരാതി തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷ് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. കടക്കാർ അവിടെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കാണോ വരുന്നത്, അത് മാറ്റാൻ വേണ്ടി ജീവനക്കാരെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ നിർത്തിയ ജീവനക്കാരാണല്ലോ ഇപ്പോൾ അത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇടപെടാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആത്യന്തികമായി പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ആമയിഴഞ്ചാൻ തോടും പാർവതി പുത്തനാറും പെർമനന്റ് ആയിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്തണം. അതിന് ബൃഹത്തായ പദ്ധതികൾ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ഇടപെട്ട് ആവിഷ്കരിക്കും. വെള്ളം കയറിയതിന് പിന്നാലെ താൽക്കാലികമായി മണൽചാക്കുകൾ അടുക്കി രാത്രി തന്നെ പ്രതിരോധം തീർത്തിരുന്നു. സംഭവം വിവാദമായതോടെ ഇന്നു മുതൽ തോടിന്റെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.